السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على محمد رسول الله وعلى آله وصحبه الفائزين برضا الله. വേദിയിലുള്ള ബഹുമാനരായ ഇസ്ലാഹി പ്രസ്ഥാന നേതാക്കളെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥിനികളെ, സലഫി ആദർശത്തെ സംബന്ധിച്ച് അതിൻ്റെ ദാർശനികമായ പ്രത്യേകതകളെ സംബന്ധിച്ച്, സലഫി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് സംസാരിക്കാനാണ് ഞാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയത്തിൻ്റെ പല വശങ്ങളെ സംബന്ധിച്ചും ഇവിടെ ഇതിന് മുമ്പ് നടന്ന പ്രസംഗങ്ങളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറയാൻ പോകുന്ന പല കാര്യങ്ങളും ഇവിടെയുള്ള പല ആളുകൾക്കും എന്നെക്കാൾ കൂടുതൽ അറിയാവുന്നതുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും ഇങ്ങനെ ഒരു വിഷയം സംബന്ധിച്ച് സംസാരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട സ്ഥിതിക്ക് ഒരു പ്രബന്ധം എന്ന നിലയ്ക്ക് ഞാൻ എഴുതി അവതരിപ്പിക്കുന്നില്ല, അതിനുള്ള സമയം സൗകര്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സലഫി മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ, ഞാൻ പള്ളി ദർസുകളിൽ പഠിച്ചിട്ട് പള്ളി ദർസുകളിലൂടെ വന്ന് അറബി കോളേജിലൊക്കെ എത്തി അങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാന രംഗത്ത് കടന്നു വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ വിഷയകമായുള്ള എൻ്റെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ, ഈ സലഫി ആദർശം എന്ന് പറയുന്നത് ഇസ്ലാമിക ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരെയും ഒരു കാലഘട്ടം വരെ സ്വാധീനിച്ചിട്ടുള്ളൊരു ആദർശമാണ്. പിൽക്കാലത്ത് സലഫി ആശയത്തെ അതിരൂക്ഷമായി വിമർശിക്കുകയും സലഫികൾ മുഴുവൻ ബിദ്അത്തുകാരാണ്, പുത്തൻ പ്രസ്ഥാനക്കാരാണ് എന്ന് പറയുകയുമൊക്കെ ചെയ്യുന്ന അവസ്ഥ പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ മുമ്പ് ഏകദേശം ഒരു ഹിജറ 7-8 നൂറ്റാണ്ടുകൾ വരെയുള്ള കാലത്ത് തന്നെ മുസ്ലിം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും സലഫിയത്ത് എന്ന ഒരു പ്രത്യേകമായ അൽ മുഅ്തസിലത്തു എന്നോ അൽ ഖദരിയത്തു എന്നോ അല്ലെങ്കിൽ അശിയത്തു എന്നൊക്കെ പറയുന്നത് പോലെ സലഫിയത്തു എന്നൊരു പ്രത്യേക പദപ്രയോഗം അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രസ്ഥാന ബാനർ സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പറയുന്ന ആശയമുണ്ട്. സലഫി മാർഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയം, ഈ ആശയം ആദ്യകാല പണ്ഡിതന്മാരെല്ലാം അംഗീകരിക്കുന്നവരായിരുന്നു. മുഹീദ്ദീൻ ഷെയ്ഖിനെ പോലെയുള്ള ആളുകൾ അടക്കമുള്ളവർ അംഗീകരിക്കുന്നവരായിരുന്നു എന്നതാണ് വസ്തുത. ഇത് ഞാൻ പ്രത്യേകം ഊന്നി പറയാനൊരു കാരണമുണ്ട്. ഇസ്ലാമിൻ്റെ ആദ്യകാല തലമുറകളെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ടും തള്ളിപ്പറഞ്ഞുകൊണ്ടും ഇബ്നു തൈമിയയുടെയോ മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെയോ ശിഷ്യന്മാരായിട്ട് രംഗത്ത് വന്ന, അള്ളാഹു രാത്രിയിൽ ഇറങ്ങി വരുന്നു, അർശിൻ്റെ മുകളിൽ കസേലയിട്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്ന, അങ്ങനെയൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ച് വളരെ മോശമായ ധാരണ വെച്ച് പുലർത്തുന്ന കുറേ ആളുകൾ, അതുപോലെ പൂർവികന്മാർ ആചരിച്ച ആചാരങ്ങളൊക്കെ തെറ്റാണ് എന്ന് പറയുന്ന പൂർവികരെയൊക്കെ തള്ളിപ്പറയുന്ന ആളുകൾ എന്നൊക്കെയുള്ള ഒരു ധാരണ പിൽക്കാലത്ത് വളർന്നു വന്നു എന്നുണ്ടെങ്കിലും ഇവിടെയുള്ള ഈ യാഥാസ്ഥിതികരായ ആളുകളൊക്കെയും ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ, ഉദാഹരണമായിട്ട് പ്രമുഖ മുഫസ്സിറുകൾ, പ്രമുഖ മുഹദ്ദിസുകൾ, മദ്ഹബിലെ ഇമാമുകളും അവരുടെ പ്രമുഖരായ ശിഷ്യന്മാരും, അതുപോലെ ഇസ്ലാമിക ചരിത്ര രംഗത്തെ പ്രമുഖന്മാരായ ആളുകൾ, ഇവരൊക്കെയും യഥാർത്ഥത്തിൽ ഈ സലഫി മാർഗം എന്ന് പറയുന്ന മാർഗത്തിൽ തന്നെയായിരുന്നു, വേറെ ഏതെങ്കിലും ഒരു മാർഗത്തിലായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ ധരിച്ചിട്ടുള്ളത് ഇബ്നു തൈമിയ്യയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം മാത്രമായിരുന്നു ഈ ആശയക്കാരൻ, അതുപോലെ ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ കാലത്ത് അദ്ദേഹം മാത്രമായിരുന്നു ഈ ആശയക്കാരൻ
എന്നൊക്കെയുള്ള ധാരണ തെറ്റാണ്. ക്രമേണ സൂഫി പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെയൊക്കെയുള്ള പലതരത്തിലുള്ള യാഥാസ്ഥികത്വത്തിൻ്റെയും ഒക്കെ സ്വാധീനത്തിൻ്റെ ഫലമായി ഈ പുരോഹിതന്മാർ ലാഭം കിട്ടുന്ന വഴിക്ക് നീങ്ങുകയും അവരുടെ മാർഗമാണ് ഏറ്റവും ശരിയായ ആ തരീഖത്തുൽ മുസ്ല എന്ന് ഫിർഔൻ പറഞ്ഞ പോലെയുള്ള തരീഖത്തുൽ മുസ്ല എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഈ സകല അനാചാരങ്ങളുടെയും മാർഗമാണ് എന്ന് സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയവരാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു കാര്യം ഇസ്ലാമിലുള്ളതാണോ അല്ലേ എന്ന് തീരുമാനിക്കുമ്പോൾ ഒന്നാമതായി അത് ഖുർആനിലുണ്ടോ എന്ന് നോക്കണം, രണ്ടാമതായി ഹദീസിലുണ്ടോ എന്ന് നോക്കണം, മൂന്നാമതായി ആ കാര്യത്തിൽ ഇജ്മാ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കണം, പിന്നെ അൽ ഖിയാസുൽ ജലിയു വ്യക്തമായ ഖിയാസ് എന്ന് പറയുന്നത് ഉണ്ടോ എന്നൊക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, പ്രമാണബദ്ധമായ ഒരു സമീപനമാണ് ഇസ്ലാമിലെ ഏത് കാര്യത്തിൻ്റെയും ഇസ്ലാമികം അനിസ്ലാമികം എന്നൊക്കെ അതിൻ്റെ മാനദണ്ഡം. അത് ഈ പ്രമാണബദ്ധതയാണ്, പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത്, ശരിയും തെറ്റും നിർണ്ണയിക്കേണ്ടത് എന്ന കാഴ്ചപ്പാട് പുലർത്താത്ത പണ്ഡിതന്മാർ ആദ്യകാലത്തുണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവിടുത്തെ ഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഷാഫിഈ മദ്ഹബുകാരാണല്ലോ. ഇമാം ഷാഫിഈ റഹിമഹുല്ല അദ്ദേഹം ഈ സമൂഹത്തിൽ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സത്യവിശ്വാസികൾക്ക് കർമ്മമാർഗം, അനുഷ്ഠാനങ്ങളുടെ മാർഗം നിർണയിച്ചു കൊടുക്കുന്ന രംഗത്ത് വ്യക്തമായ വഴി വെട്ടിത്തെളിയിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഉമ്മ്, അദ്ദേഹത്തിൻ്റെ അർ റിസാല എന്നീ രണ്ട് ഗ്രന്ഥങ്ങൾ ഈ ഫിഖ്ഹിൻ്റെ കാര്യത്തിലും ഉസൂലുൽ ഫിഖ്ഹിൻ്റെ കാര്യത്തിലും ഈ രണ്ട് വിഷയത്തിലും ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രന്ഥങ്ങളാണ് കിതാബുൽ ഉമ്മും കിതാബുർ റിസാലയും. ഈ രണ്ട് ഗ്രന്ഥങ്ങളിലും അവലംബിച്ചിട്ടുള്ളത് ഈ സലഫി മാർഗത്തിൻ്റെ പ്രമാണബദ്ധതയാണ്. ഒന്നാമതായി ഖുർആനിലുണ്ടോ എന്ന് നോക്കുക, രണ്ടാമതായി സഹിഹായ ഹദീസിലുണ്ടോ എന്ന് നോക്കുക, പിന്നെ ഇജ്മാ ഉണ്ടോ എന്ന് നോക്കുക, ഖിയാസ് ഉണ്ടോ എന്ന് നോക്കുക എന്നൊക്കെയുള്ള ഈ രീതി തന്നെയാണ് അദ്ദേഹം പിന്തുടർന്നത്. പക്ഷെ അദ്ദേഹം എത്തിച്ചേർന്ന അഭിപ്രായങ്ങൾ എല്ലാം ഒരേമാതിരി ശരിയാണോ അല്ലേ എന്നുള്ളത് വേറെ വിഷയമാണ്. ഫിഖ് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായൊരു മേഖലയാണ്. ഒരു സത്യവിശ്വാസി ജീവിതത്തിൽ ആരാധനകളുടെ കാര്യത്തിലും വ്യവഹാരങ്ങളുടെ കാര്യത്തിലും അതുപോലെ വിവാഹത്തിൻ്റെയും അനന്തരാവകാശത്തിൻ്റെയും ശിക്ഷാ നിയമങ്ങളുടെയും അങ്ങനെ ഒരുപാട് മേഖലകളാണ്. അപ്പോൾ അതിലൊക്കെ ഹുക്കുമുകളുടെ സൂക്ഷ്മവശങ്ങൾ ചർച്ച ചെയ്തെടുത്ത് വല്ലപ്പോഴുമൊക്കെ അവർക്കൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ടാകാം. അങ്ങനെ തെറ്റുപറ്റാത്ത പണ്ഡിതന്മാരാരുമില്ല, എല്ലാവരും ചെറിയ തോതിലൊക്കെ തെറ്റുപറ്റിയവരാണ്, നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മളിപ്പോൾ ഇവിടെ ഷാഫിഈ മദ്ഹബിനെയല്ല, ഇമാം ഷാഫിഈയെ അല്ല തള്ളിക്കളയുന്നത്. യഥാർത്ഥത്തിൽ ഇമാം ഷാഫിഈയുടെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. ഒരു വിഷയത്തിൽ റസൂലിൽ നിന്ന് സഹീഹായ ഹദീസിൽ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ മദ്ഹബ് തന്നെ, ആ വഴിക്കേ ഞാൻ പോവുള്ളൂ എന്നാണ്. ഹദീസിൽ എന്താണോ റസൂലിൽ നിന്ന് സഹീഹായിട്ട് വന്നത് എന്താണോ അതാണ് എൻ്റെ മദ്ഹബ്, അതല്ലാത്തൊരു മദ്ഹബ് എനിക്കില്ല. അത് തന്നെയാണല്ലോ സലഫി മദ്ഹബ് എന്ന് പറയുന്നതും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹീഹായ ഹദീസിലൂടെ റിവായത്ത് ചെയ്യപ്പെട്ടത്, അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഹുക്മ്, അതല്ലാതെ സ്വന്തം കണ്ടുപിടുത്തങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളുടെ അഭിപ്രായങ്ങളുടെ പിന്നാലെ പോക്കോ അതൊന്നും എൻ്റെ മദ്ഹബല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏകദേശം ഈ ആശയം ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇമാം മാലിക് പറഞ്ഞിട്ടുണ്ട്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞിട്ടുണ്ട്, ഇമാം അബൂ ഹനീഫയും പറഞ്ഞിട്ടുള്ളതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. പക്ഷേ ഇമാം അബൂ ഹനീഫയെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ജീവിച്ചിരുന്ന ഇറാഖിൽ ഹദീസ് പണ്ഡിതന്മാർ താരതമ്യേന കുറവായിരുന്നു. ഹദീസ് ക്രോഡീകരണം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ ഹദീസ് ക്രോഡീകരണം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ധാരാളം ഹദീസുകൾ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങളിലൊക്കെ ഹദീസുകൾ നേർക്കുനേരെ കാണാൻ അവസരം കിട്ടാത്തതിനാൽ അദ്ദേഹം ഖിയാസിന് മുൻഗണന നൽകിയിട്ടുണ്ട്. റഅയ് എന്നാണ്
ഈ തശ്രീഹിൻ്റെ ചരിത്രകാരന്മാരൊക്കെ പറയുന്ന ഇമാം അബൂ ഹനീഫയെ പറ്റി പറയുമ്പോൾ അഹ്ലുർ റഅ്യ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് അദ്ദേഹം എന്ന് പറയാം. പക്ഷെ അഹ്ലുർ റഅ്യ് എന്ന് പറഞ്ഞാൽ തങ്ങൾക്കിഷ്ടമുള്ള തങ്ങളുടെ യുക്തിക്ക് നിരക്കുന്നതൊക്കെയാണ് അള്ളാഹുവിൻ്റെ ദീന് എന്ന് പറയലല്ല. ഖുർആനിൽ നിന്നും കിട്ടിയിടത്തോളം ഹദീസിൽ നിന്നും മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഖിയാസ് നടത്തുക, ഇജ്തിഹാദ് നടത്തുക, അങ്ങനെ എത്തിച്ചേരുന്ന നിഗമനം ശരിയായിട്ട് പരിഗണിക്കുക. അത് റസൂലിൻ്റെ അംഗീകാരമുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഇത് ജിത്ഹാദ ഫസാബ ഫലഹു അജ്റുൻ വൈദ അഖ്ത ഫലഹു അജ്റാനി വൈദ അഖ്ത ഫലഹു അജ്റുൻ എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമികമായ നിയമം അല്ലെങ്കിൽ ഇസ്ലാമികമായ സത്യം എന്താണെന്ന് കണ്ടെത്താൻ ഒരാൾ ശ്രമിച്ചിട്ട് അയാൾക്ക് തെറ്റുപറ്റിയാൽ പോലും സത്യാന്വേഷണം നടത്തിയ വകയിൽ അയാൾക്ക് പ്രതിഫലമുണ്ട്. അല്ല, സാക്ഷാൽ സത്യത്തിൽ എത്തിച്ചേർന്നാൽ അയാൾക്ക് 2 വകയിൽ പ്രതിഫലമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലിൻ്റെ ചര്യയുടെ അടിസ്ഥാനത്തിലാണ് ഇമാം അബൂ ഹനീഫ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നല്ലാതെ അതിനപ്പുറത്ത് കടന്നിട്ടുള്ള അഭിപ്രായം പറച്ചിലുകാരനായിരുന്നില്ല. അദ്ദേഹത്തിന് അൽ ഫിഖ്ഹുൽ അക്ബർ, ഇമാം അബൂ ഹനീഫയുടെ അൽ ഫിഖ്ഹുൽ അക്ബർ എന്ന് പറയുന്ന ഗ്രന്ഥം ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചരിത്രത്തിലെ 1ാമത്തെ നിർണായക ഗ്രന്ഥമാണ് ആ വിഷയത്തിലുള്ള. അതിന് ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2 ഗ്രന്ഥങ്ങൾ വന്നത്. അൽ ഫിഖ്ഹുൽ ഇസ്ലാമി അല്ലെങ്കിൽ അൽ ഫിഖ്ഹ്, ഖുർആൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ മതവിധികൾ നിർദ്ധാരണം ചെയ്ത് കണ്ടെത്തുന്ന ആ വിജ്ഞാന ശാഖക്കാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. ആ ഫിഖ്ഹിൻ്റെ മൗലിക തത്വങ്ങളും അതിൻ്റെ കാര്യങ്ങളുമൊക്കെ വിശദീകരിക്കുന്ന ഏറ്റവും ആദ്യത്തെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥമാണ് അൽ ഫിഖ്ഹുൽ അക്ബർ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇമാം ഷാഫി കിതാബുൽ ഉം എഴുതിയതും കിതാബുൽ റിസാല എഴുതിയതും ഇമാം അബൂ ഹനീഫ അദ്ദേഹത്തിൻ്റെ അൽ ഫിഖ്ഹുൽ അക്ബർ എഴുതിയതും അതൊക്കെ തന്നെയും ഈ മാർഗത്തിൽ നിന്നുകൊണ്ടായിരുന്നു. നമ്മൾ സലഫി മാർഗം എന്ന് പറയുന്ന മാർഗത്തിൽ നിന്നുകൊണ്ടായിരുന്നു. അവരുടെ ശിഷ്യന്മാരായ പല ആളുകളും ആ മാർഗത്തിൽ തന്നെയായിരുന്നു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇമാം നവവിയുടെ ഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് ആ കൂട്ടത്തിൽ ഏറ്റവും വലുതായ ശറഹുൽ മുഹദ്ദബ്, ആ ശറഹുൽ മുഹദ്ദബിൽ അദ്ദേഹം വിവിധ വിഷയങ്ങളെപ്പറ്റി പരാമർശിക്കുന്നിടത്ത് ഇമാം ഷാഫി അങ്ങനെ അഭിപ്രായപ്പെട്ടു, അതുകൊണ്ട് നമ്മളത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലിൽ ഇത്തിബാഴി എന്നാണ്. ഇന്ന വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വാക്കോ പ്രവൃത്തിയോ അംഗീകാരമോ ആയിട്ടുള്ള ചര്യ വന്നിട്ടുണ്ട്, ആ ചര്യയെ പിന്തുടരേണ്ടതുണ്ട്, അതിനാലാണ് ഈ വിഷയത്തിൽ ഇന്ന വിധി ഇന്ന ഹുക്മ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ്. ചിലപ്പോഴൊക്കെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടും ചിലപ്പോൾ ഹദീസുകളെ പറ്റി സൂചിപ്പിച്ചുകൊണ്ടും ഏതൊരു ഫിഖ്ഹി വിധി പറയുന്നിടത്തും ലിൽ ഇത്തിബാഇ എന്ന് പറയുക, ഇതിൻ്റെ തെളിവ് ഇത്തിബാ ആണ്, റസൂലിനെ പിന്തുടരുക എന്നുള്ളതാണ് ഈ വിഷയത്തിലുള്ള തെളിവ് എന്ന് ഈ ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം വന്ന മഹല്ലിയുടെ മിൻഹാജിൻ്റെ ഷറഹ്, ഇമാം നവവിയുടെ മിൻഹാജ് എന്ന ഫിഖ്ഹ് കിതാബിൻ്റെ ഷറഹ് ഇമാം മഹല്ലി എഴുതിയ ഷറഹാണുള്ളത്. ആ ഷറഹിൽ പോലും പല സ്ഥലങ്ങളിലും ലിൽ ഇത്തിബാഇ എന്ന് കാണാം. ഇമാം ഷാഫിയുടെ ജദീദായ കൗലിന്നതാണെന്നും ഖദീമായ കൗലിന്നതാണെന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ പല സ്ഥലത്തും ഈ വിഷയം ഇത്തിബാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, ഇത്തിബാ ആണ് ഈ വിഷയത്തിലുള്ള തെളിവ് എന്ന് ഈ ഇമാം മഹല്ലി പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിൽക്കാലത്ത് വന്നപ്പോഴാണ്, തുഹ്ഫയുടെയും ഫത്ഹുൽ മുഈൻ്റെയൊക്കെ കാലം വന്നപ്പോഴാണ് ഈ ഇത്തിബാ പ്രത്യേകം എടുത്തു പറയുന്ന രീതി മാറിയത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു 6ഓ 7ഓ നൂറ്റാണ്ട് കാലം ഫിഖ്ഹ് ഗ്രന്ഥങ്ങൾ എഴുതുന്നിടത്തും ഖുർആൻ വ്യാഖ്യാനിക്കുന്നിടത്തും ഹദീസ് ക്രോഡീകരിക്കുന്നിടത്തും വ്യാഖ്യാനിക്കുന്നിടത്തും അതുപോലെ ചരിത്രരചന നടത്തുന്നിടത്തും ഒക്കെ തന്നെയും പ്രമാണബദ്ധമായ നിലപാട്, അടിസ്ഥാന പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ വിധി നിർദ്ധാരണങ്ങൾ ഒക്കെ സ്വീകരിക്കുക എന്ന മാർഗമാണ് ഇവരൊക്കെ പിന്തുടർന്നു വന്നിട്ടുള്ളത്. ഈ മാർഗമാണ് ഖുർആനിൽ പ്രശംസിച്ചിട്ടുള്ള ആദ്യകാല തലമുറകൾ സ്വീകരിച്ച നിലപാട്, അവരെ പിന്തുടർന്ന് വന്ന ആളുകൾ സ്വീകരിച്ച നിലപാടാണ്. നിങ്ങൾക്കറിയാമല്ലോ, സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്ത്, അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന ഇത്തബഊഹും ബിഇഹ്സാൻ എന്ന് പറഞ്ഞ ആ തലമുറകൾ,
ഏറ്റവും ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് വന്ന മുഹാജിറുകളും അൻസാറുകളും അവരുടെ മാർഗം പിന്തുടർന്നുകൊണ്ട് ഇഹ്സാനിൻ്റെ മാർഗത്തിൽ നിലകൊണ്ട ആളുകളും. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നന്മ സ്വീകരിക്കുന്ന, അള്ളാഹുവും റസൂലും പഠിപ്പിച്ച നല്ല മാർഗം ഏതാണോ ആ മാർഗം കണ്ടെത്തുകയും ആ മാർഗം അനുധാവനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞത്. ആ ഇഹ്സാനോട് കൂടി സഹാബിമാരെയും പൂർവികന്മാരെയും പിന്തുടർന്ന ആളുകൾ അവരൊക്കെയും റളിയല്ലാഹു അൻഹും റളു അൻഹു, അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവെ പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആനിൽ പറഞ്ഞ അള്ളാഹു പ്രശംസിച്ച വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ആ വിഭാഗത്തിൽ നിലകൊള്ളുക എന്നതാണ് നമ്മൾ സലഫി മാർഗം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നീണ്ടകാലം പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ പല ഗ്രന്ഥങ്ങളും റെഫർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സലഫി മാർഗം എന്ന് പറഞ്ഞാൽ ഈ മാർഗമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളുടെ കൂട്ടത്തിലെ ഒരു ഗ്രൂപ്പല്ല, ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നതിന് മുമ്പുള്ള മാർഗമാണ്. സഹാബികളുടെ കാലം നമുക്കറിയാമല്ലോ. സഹാബികളുടെ കാലത്ത് നിന്ന് നമ്മുടെ മുമ്പിലുള്ള ഒരു കിതാബുമില്ല. ഖുർആൻ തന്നെയും ഒരു മുസ്ഹഫായിട്ട് പൂർണ്ണ രൂപത്തിലില്ല. ഖുർആൻ്റെ വചനങ്ങൾ മനഃപ്പാഠമാക്കിയ രൂപത്തിലും കുറച്ചാളുകൾ പല സ്ഥലങ്ങളിലായി എഴുതി വച്ച രൂപത്തിലുമാണ് ഖുർആനുള്ളത്. വേറെ എഴുതപ്പെട്ട കിതാബുകളൊന്നും അവരുടെ മുമ്പിലില്ല. പിന്നെ നമ്മളെ കാലഘട്ടത്തിൽ ഒരുപാട് പണ്ഡിതന്മാരെ പറ്റി പറയാറുണ്ട്. സ്വയം പണ്ഡിതന്മാരാണെന്ന് വിചാരിക്കുന്നവരും പണ്ഡിതന്മാരായി കൊണ്ടു നടക്കപ്പെടുന്നവരുമൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ആളുകളും സഹാബികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. എല്ലാവരും പണ്ഡിതന്മാരാണെങ്കിൽ പണ്ഡിതന്മാർ, എല്ലാവരും സാധാരണക്കാരാണെങ്കിൽ അങ്ങനെ. ഈ പണ്ഡിതൻ പാമരൻ എന്നൊക്കെ പറയുന്ന വേർതിരിവൊന്നും ആ കാലത്തുണ്ടായിരുന്നില്ല. പിന്നെ ഒരൊറ്റ ഗ്രൂപ്പും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ പല നാട്ടിലുള്ള പലതരം പള്ളികൾ, പലതരം മദ്രസകൾ, അങ്ങനെയുള്ള ഏർപ്പാടുകളൊന്നും സഹാബാക്കളുടെ കാലത്തുണ്ടായിരുന്നില്ല. എല്ലാവരും എല്ലാ പള്ളിയിലും സംബന്ധിക്കും, എല്ലാ പള്ളികളും ഒരേ ഖിബലയിലേക്ക്, എല്ലാ പള്ളികളിലും ഇബാദത്തുകൾ നടക്കുന്നത് ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ. ആ തരത്തിലുള്ള മാർഗം അതാണ് അസാബിഖൂനൽ അവ്വലൂന എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് ഏറ്റവും ആദ്യമായി മുൻകടന്നു വന്ന ആളുകൾ എന്ന് പറഞ്ഞ ആളുകളുടെ മാർഗം. അപ്പോൾ ആ മാർഗം എന്ന് പറയുന്നത് ഇസ്ലാമിലെ സകല വിഭാഗീയതകൾക്കും സകല കക്ഷിത്വങ്ങൾക്കും സകല ഗ്രൂപ്പിസങ്ങൾക്കും അതീതമായിട്ടുള്ളൊരു മാർഗമാണ്. ഈ മാർഗം ഇബ്നു അബ്ദുൽ വഹാബിനെ പോലെയുള്ള ആളുകൾ സ്വീകരിച്ചത് കൊണ്ടാണ് പരിശുദ്ധ ഹറമുകളിലെ പല ജമാഅത്തുകൾ അവസാനിക്കുകയും ഒരേ ജമാഅത്ത് നിലവിൽ വരികയും ചെയ്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മസ്ജിദുൽ ഹറാമിൽ ഒന്നിലേറെ ജമാഅത്ത് നടന്നിട്ടില്ല. മസ്ജിദുൻ നബവിയിലും ഒന്നിലേറെ ജമാഅത്ത് നടന്നിട്ടില്ല. ഒരേ സമയത്ത് മാത്രമല്ല, അല്ലാതെയും നടന്നിട്ടില്ല. ഓരോ വഖത്തിനും ഓരോ ജമാഅത്തേ നടന്നിട്ടുള്ളൂ. എന്നാൽ സൗദി അറേബ്യ എന്ന് പറയുന്ന ഈ രാഷ്ട്രം നിലവിൽ വരുന്നതിന് മുമ്പ് മക്കത്ത് 4 മുസല്ലകളുണ്ടായിരുന്നു. 4 മുസല്ലകൾ എന്ന് പറഞ്ഞാൽ 4 മദ്ഹബുകളായ ഓരോ ഇമാമുകളും അവരുടെ അനുയായികളോടൊപ്പം വേറെ വേറെ ജമാഅത്ത്. ളുഹറിന് 4 ജമാഅത്ത്, അസറിന് 4 ജമാഅത്ത്, ഓരോ ജമാഅത്തിനും വേറെ വേറെ ഇമാമ്. ഇതാണ് ആ തരീഖത്തുൽ മുസ്ല എന്നാണ് അക്കാലത്തുള്ള പണ്ഡിതന്മാർ വിചാരിച്ചിരുന്നത്. മഹത്തായ തരീഖത്ത്, മഹത്തായ മാർഗം എന്ന് വിചാരിച്ചിരുന്നത് മുസ്ലിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുടരാതെ 4 മദ്ഹബിൻ്റെ 4 ഇമാമുകളായിട്ട് ഓരോ പള്ളിയിലും നിസ്കരിക്കുക എന്നുള്ളതാണ്. ആ അവസ്ഥ മാറ്റിയിട്ട് ഈ ഹറമുകളിൽ ഒരൊറ്റ ഇമാമിൻ്റെ കീഴിൽ ഹറമിൽ എല്ലാ മുസ്ലിങ്ങളും നിസ്കരിക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ മദീനയിലെ മസ്ജിദുൻ നബവിയിലും ഒരേ ഇമാമിൻ്റെ കീഴിൽ എല്ലാവരും നിസ്കരിക്കുന്ന അവസ്ഥ. ഇതുണ്ടായത് ഈ സലഫി മാർഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ ഗ്രൂപ്പുകളും മറ്റുമൊക്കെ ആയിട്ട് കാണാതെ മുസ്ലിം സമൂഹത്തെ ഒരൊറ്റ ഉമ്മത്തായിട്ട് കാണുന്ന ആ വീക്ഷാഗതി സൗദി ഭരണകൂടം നടപ്പാക്കിയത് കൊണ്ടാണ് ഈ മക്കയിലും മദീനയിലുമൊക്കെ ഒരേ ജമാഅത്ത് മാത്രം ഉണ്ടാകുന്ന അവസ്ഥ വന്നത്. നമ്മുടെ നാട്ടിൽ നിർഭാഗ്യകരമായിട്ട് ഇതാണെന്നുണ്ടെങ്കിലും പക്ഷേ നമ്മളൊക്കെയും ഏറ്റവും മാതൃകാപരമായി കണക്കാക്കുന്നത് മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും നടക്കുന്നത് തന്നെയാണ്. അത് യാതൊരു സംശയവുമില്ല. നമുക്കൊക്കെ പൂർണ്ണമായിട്ട് ഒരു ഇസ്ലാമികമായ ജമാഅത്ത് നിസ്കാരം എല്ലാ അർത്ഥത്തിലും ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ജമാഅത്തായ നമസ്കാരം എന്ന് പറയുന്നൊരു നമസ്കാരം നമ്മൾ നിർവഹിക്കുന്നത്, എല്ലാവരും പങ്കെടുക്കുന്ന നമസ്കാരം നമ്മൾ നിർവഹിക്കുന്നത്
അവിടെ പോകുമ്പോൾ മാത്രമാണ്, മക്കത്തും മദീനത്തും പോകുമ്പോൾ മാത്രമാണ്. പിന്നെ വേറെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇവിടെയൊക്കെ വലിയ ശത്രുത പുലർത്തുന്ന ആളുകൾ, ലോകത്തിൻ്റെ നാനാഭാഗത്തും പരസ്പരം ശത്രുത പുലർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മുസ്ലിം വിഭാഗങ്ങളൊക്കെ മക്കയിലെത്തുമ്പോൾ എല്ലാവരും അള്ളാഹുവിൻ്റെ അതിഥികൾ എന്ന നിലയ്ക്ക് ഒരൊറ്റ വിഭാഗമാകുന്നു. ഒരാളും മറ്റേയാളെ അപരനായിട്ട് കാണുന്നില്ല. ഹജ്ജിൽ പങ്കെടുക്കുന്ന 20-25 ലക്ഷം ഹാജിമാരുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഒരാളും മറ്റൊരാളെ അപരനായിട്ട് കാണുന്നില്ല. അപരവൽക്കരണം എന്ന് പറയുന്ന ദുഷ്പ്രവണത അവിടെ നടക്കുന്നില്ല. ഈ അപരവൽക്കരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ തലമുറകളുടെ കാലത്തൊന്നും ഉണ്ടായിട്ടുമില്ല. ഒരു 5-6 നൂറ്റാണ്ട് വരെ മുസ്ലിം സമൂഹത്തിൽ ഒരേ പള്ളിയിൽ പരസ്പരം തുടരാൻ പറ്റാത്ത അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. മദ്ഹബ് ഉണ്ടായതിന് ശേഷം ഉണ്ടായിട്ടില്ല. 4 മദ്ഹബൊക്കെ വന്ന കാലത്തിന് ശേഷം പോലും പരസ്പരം തുടർന്നുകൂടാ എന്നൊക്കെയുള്ള വൈരാഗ്യമൊക്കെ വളർന്നു വന്നത് പിൽക്കാലത്ത് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ അപരവൽക്കരണമില്ലാതെ എല്ലാ മുസ്ലിങ്ങളും മറ്റേ മുസ്ലിങ്ങളെ സഹോദരന്മാരായിട്ട് കാണുന്നൊരവസ്ഥാവിശേഷം, അതാണ് സലഫി ചിന്താധാരയുടെ സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് ഈ സൗദി ഭരണകൂടത്തിൻ്റെ ആവിർഭാവത്തോടെ 2 ഹറമുകളിൽ നിലവിൽ വന്നത്. അത് വളരെ മഹത്തായൊരു കാര്യമാണ്. ആർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. എല്ലാവരെയും അള്ളാഹുവിൻ്റെ അതിഥികളായിട്ട് ളുയൂഫുർ റഹ്മാൻ, ഹജ്ജിന് വരുന്ന മുഴുവൻ മുസ്ലിങ്ങളെയും മറ്റുള്ളവർ അള്ളാഹുവിൻ്റെ അതിഥികളായിട്ട് കാണുന്ന ആ ഭരണകൂടവും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഏത് നാട്ടുകാരനായ ഹാജിയാണെന്നുണ്ടെങ്കിലും അവരെയൊക്കെയും അള്ളാഹുവിൻ്റെ അതിഥികൾ എന്ന നിലക്ക് സ്വീകരിക്കപ്പെടേണ്ടവരും സൽക്കരിക്കപ്പെടേണ്ടവരുമായിട്ടാണ് സൗദി ഭരണകൂടം കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു മാർഗം അതിൻ്റെ ദാർശനികമായ സവിശേഷതകളെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ദീർഘമായി സംസാരിക്കുന്നതിന് ആരോഗ്യനിലയും അത്ര അനുകൂലമല്ല. എന്നുണ്ടെങ്കിലും ചുരുക്കം ചില കാര്യങ്ങൾ സൂചിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അത് വ്യക്തമായിട്ടും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഖുർആനും ഹദീസും തീരെ പരിഗണിക്കാത്ത വിഭാഗങ്ങൾ. അങ്ങനെയും ചില കൂട്ടർ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ സൂഫി തരീഖത്തുകാർ, ഒരുപാട് തരീഖത്തുകാർ ഒരുപാട് കാലത്തുണ്ടായിട്ടുണ്ട്. ഈ സൂഫി തരീഖത്തുകാർ ഒക്കെ അവരുടെ കാഴ്ചപ്പാടിൽ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഇസ്ലാമികമായ ശരീഅത്തുണ്ടല്ലോ, ആ ശരീഅത്ത് അത് ഒട്ടും പ്രധാനപ്പെട്ടതല്ല. അവരുടെ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, അവർ പറയുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ശരീഅത്തിന് ഒരു ചകിരിയുടെ സ്ഥാനം മാത്രമാണുള്ളത്. പിന്നെ ഞങ്ങൾ കൊണ്ടു നടക്കുന്ന തരീഖത്തുണ്ടല്ലോ, ആ തരീഖത്താണ് ചിരട്ടയുടെ ഉള്ളിലുള്ള കഴമ്പിന് സമാനമായിട്ടുള്ളത്. അതിനപ്പുറത്ത് വേറെ ചിരട്ടയുണ്ട്. അങ്ങനെ ഒരു ശരിയായ തേങ്ങയുടെ ഉള്ളിലുള്ള സാക്ഷാൽ കഴമ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ തരീഖത്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന ഹഖീഖത്താണ്. അതേ അവസരത്തിൽ നിങ്ങൾ ഈ കിതാബൊക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്ന മറ്റുള്ള മുസ്ലിങ്ങൾ കൊണ്ടു നടക്കുന്ന ഖുർആനും ഹദീസും നമസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ അടങ്ങുന്ന ശരീഅത്ത്, ഈ ശരീഅത്തിന് ഒരു ചകിരിയുടെയോ ചകിരിച്ചോറിൻ്റെയോ സ്ഥാനം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പറയുന്ന തരീഖത്തിനും ഹഖീഖത്തിനുമാണ് യഥാർത്ഥ കഴമ്പിൻ്റെ സ്ഥാനമുള്ളത് എന്നാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു ശരീഅത്ത് കൊണ്ടാണോ, ശരീഅത്ത് പ്രബോധനം ചെയ്യാനാണോ ഇവിടെ വന്നത്, ഏതൊരു ശരീഅത്താണോ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും മക്കയിലും മദീനയിലും ഒക്കെ നടപ്പാക്കിയത്, അത് കേവലം ചകിരിയാണ് എന്നും മൂല്യമില്ലാത്തതാണ് എന്നും പറഞ്ഞ് തള്ളിക്കളയുന്ന, ഇസ്ലാമിനെ തന്നെ തള്ളിക്കളയുന്ന ഏർപ്പാടാണ് സൂഫീസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒക്കെ പുറമെ മനുഷ്യന് ദൈവമായി മാറാൻ കഴിയും. അവരുടെ ദിക്റുകളും അവരുടെ മുഹാലറാന്നോ മുറാഖബ എന്നൊക്കെ പറയുന്ന കുറേ സാധനകൾ അല്ലെങ്കിൽ കുറേ ധ്യാന പരിപാടികൾ, ഇതൊക്കെ കൂടി ആയാൽ അങ്ങനെ ക്രമേണ പോയിട്ട് മനുഷ്യൻ ദൈവം തന്നെയായിട്ട് മാറുന്ന, ദൈവത്തിൽ ലയിച്ചു ചേരുന്നൊരവസ്ഥാവിശേഷം, അതിനവർ ഫനാഗ് എന്ന് പറയാം. ഫനാഗ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നശിക്കുകയും എന്നിട്ട് സാക്ഷാൽ ദൈവത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുക. ആ അവസ്ഥയിലാണ് സൂഫികൾ അനൽ ഹഖു എന്ന് പറഞ്ഞത്.
അനൽ ഹക്കു എന്ന് പറയുക ഞാൻ തന്നെയാണ് ആ സാക്ഷാൽ സത്യം. ഖുർആനിലൊക്കെ അൽ ഹക്കു എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ സംബന്ധിച്ചാണ് പല സ്ഥലത്തും പറഞ്ഞത്. എന്നാൽ ആ സാക്ഷാൽ സത്യം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ ഒരുപാട് സൂഫി ശൈഖന്മാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പഠിപ്പിച്ചത് പിന്നെ അള്ളാഹു അല്ല ശരീഅത്തല്ല ദീന്. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ പുറന്തോട് മാത്രമാണ്. ദീനിൻ്റെ കഴമ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ പഠിപ്പിക്കുന്ന തരീഖത്താണ് എന്ന് പറഞ്ഞിട്ട് ആളുകളെ ദീനിൽ നിന്ന് അകറ്റുക എന്നതും, പിന്നെ അള്ളാഹുവിൽ ലയിച്ചു ചേരുക, മനുഷ്യന് ധ്യാനത്തിലൂടെ അള്ളാഹുവിൽ ലയിച്ചു ചേരാൻ കഴിയും എന്നൊരാശയം. അങ്ങനെ ആ ലയിച്ചു ചേരലാണ് സാക്ഷാത്കാരം, ജീവിത സാക്ഷാത്കാരം അതാണ് എന്ന ധാരണയും അതൊക്കെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. അദ്വൈതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഖാലിഖ് മഖ്ലൂഖ് എന്നിങ്ങനെ രണ്ടെണ്ണമില്ല. ഈ ലോകത്ത് കാണുന്ന സകല വസ്തുക്കളും അള്ളാഹുവിൻ്റെ മൽഹറാണെന്നാണ്. മൽഹർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷം എന്നോ അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടൽ എന്നോ, ഇംഗ്ലീഷിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ, അതാണ് മൽഹർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിവൈൻ എൻറ്റിറ്റിയുടെ ദൈവാസ്തിത്വത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ദൈവാസ്തിത്വത്തിൻ്റെ ബാഹ്യപ്രകടനം മാത്രമാണ് ഇവിടെ കാണുന്ന വസ്തുക്കളൊക്കെ തന്നെയും. അങ്ങനെ ലാ മൗജൂദ ഇല്ലല്ലാഹു, അള്ളാഹു അല്ലാതെ ഒന്നും തന്നെ ഇല്ല, ഇവിടെ ഉള്ളതെല്ലാം തന്നെ അള്ളാഹു ആകുന്നു എന്നാണ് അതിൻ്റെ മറുവശം. ലാ മൗജൂദ ഇല്ലല്ലാഹു എന്നാണ് അവരുടെ ദിക്ർ, തരീഖത്തുകാരുടെ ദിക്ർ അതാണ്. ലാ മൗജൂദ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത യാതൊരു മൗജൂദുമില്ല. അത് നല്ല തൗഹീദാണെന്ന് തോന്നും, പക്ഷേ അത് തിരിച്ചിട്ടാൽ എത്തുന്നത് എവിടെയാണ്? ഇവിടെയുള്ള എല്ലാം അള്ളാഹു ആണെന്നാണ്. എല്ലാം അള്ളാഹു ആണെന്ന് പറഞ്ഞാൽ ഒരാൾ ചോദിച്ചു മലവും മൂത്രമൊക്കെ അള്ളാഹു തന്നെയാണോ എന്ന്. അതിന് തരീഖത്തിൻ്റെ ആൾ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, പിന്നെ സൂര്യപ്രകാശം അത് മൂത്രത്തിലും മലത്തിലും മൂത്രത്തിലുമൊക്കെ സൂര്യപ്രകാശം സ്പർശിക്കുന്നുണ്ട്, അതുകൊണ്ട് സൂര്യപ്രകാശത്തിന് കളങ്കമൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നാണ് അതിന് മറുപടി പറഞ്ഞത്. ആത്മവിദ്യ ഇസ്ലാമിൽ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് മലയാളത്തിൽ, ആ പുസ്തകത്തിലാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ എന്തായിരുന്നാലും അദ്വൈതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ നേർവിപരീതമാണ്. ഖുർആൻ അനുസരിച്ച് ഖാലിഖ് മഖ്ലൂഖ് എന്നിങ്ങനെ രണ്ടുണ്ട്. മഖ്ലൂഖ് ആയിട്ടുള്ള ആരും തന്നെ മഅബൂദാവാൻ പറ്റില്ല. ഖാലിഖായ അള്ളാഹു മാത്രമാണ് മഅബൂദ്, സൃഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ. സൃഷ്ടികൾ ആരും തന്നെ ആരാധ്യരല്ല, സൃഷ്ടികൾ ആരും തന്നെ ദിവ്യത്വമുള്ളവരല്ല എന്നതാണ് ഖുർആനിൽ ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കുന്ന കാര്യം. ഇതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടില്ല എന്ന് പറഞ്ഞാൽ ഖാലിഖും മഖ്ലൂഖൊക്കെ ഒന്ന് തന്നെയാണ് എന്ന് സമർത്ഥിക്കുന്ന ഏർപ്പാട്, ഇതാണ് യഥാർത്ഥത്തിൽ സലഫി മാർഗത്തിൻ്റെ നേരെ വിപരീതമായ മാർഗം. സലഫി സൂഫി തമ്മിൽ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത രണ്ട് സാധനമാണ്. സലഫി മാർഗത്തിൻ്റെ 10% ഓപ്പോസിറ്റാണ് ഈ സൂഫി എന്ന് പറയുന്ന സാധനം. ഈ ആൾക്കാരെയാണ് സൂഫി വര്യന്മാരെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സമസ്തക്കാരെ സ്റ്റേജുകളിലൊക്കെ വലിയ സ്ഥാനത്ത് കൊണ്ടിരുത്തുന്നത്. നിസ്കരിക്കാത്ത, നോമ്പ് നോൽക്കാത്ത, സക്കാത്ത് കൊടുക്കാത്ത, അതൊക്കെ ചകിരിയാണെന്ന് പറയുന്ന, ശരീഅത്ത് തള്ളിപ്പറയുന്ന ഈ ആളുകളാണ് സൂഫി വര്യന്മാർ എന്ന പേരിൽ സമസ്തക്കാരുടെ വേദികളിൽ വലിയ ബഹുമാനത്തോടുകൂടെ എഴുന്നള്ളിച്ച് കൊണ്ടുവെക്കുന്നത്. അപ്പോൾ സമസ്തക്കാരുടെ മാർഗ്ഗം ഏതാണെന്ന് അതിന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ റസൂലിൻ്റെയും സഹാബികളുടെയും ഞാൻ നേരത്തെ പറഞ്ഞ തലമുറകളിലെ പൂർവികന്മാരുടെയും ഒക്കെ മാർഗത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ളതാണ് സൂഫി മാർഗം എന്ന് പറയുന്ന മാർഗം. പിന്നെ മറ്റേ മാർഗം ഇസ്ലാമിലെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അസാബിഖൂനൽ അവ്വലൂനാൻ, സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്തിൽ അള്ളാഹു പ്രശംസിച്ച അസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, ആ സാബിഖൂനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാരാണ്? സ്വർഗാവകാശികൾ എന്ന് റസൂൽ തന്നെ പറഞ്ഞിട്ടുള്ള അൽ അശറത്തുൽ മുബശ്ശറ എന്ന് പറയും. സ്വർഗത്തിന് അവകാശികളാണെന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബികൾ, അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഒക്കെ ഉൾപ്പെടുന്നു. എന്നാൽ ഈ രണ്ട് മഹാന്മാരെ, ഈ ഇസ്ലാമിലെ ആദ്യത്തെ 2 ഖലീഫമാരെ, സ്വർഗാവകാശികളെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ആളുകളെ, ആ ആളുകളെ ശപിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായി കണക്കാക്കുന്നവരാണ് ഷിയാക്കൾ. ഷിയാക്കളുടെ ഇബാദത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്
ഈ രണ്ടുപേരെ ശപിക്കുക എന്നുള്ളത്. ഇപ്പോൾ ലഅനത്തുല്ലാഹി അലാ ഇബ്ലീസ് എന്ന് പറയുന്ന പോലെ ലഅനത്തുല്ലാഹി അലാ അബീബക്കർ, ലഅനത്തുല്ലാഹി അലാ ഉമർ എന്ന് ഈ രണ്ട് മഹാന്മാരെ ശപിക്കുക എന്നതാണ് ഷിയാക്കളുടെ പ്രധാനപ്പെട്ട ഇബാദത്ത്. ആ മാർഗം ലോകത്തുടനീളം എത്ര വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടാലും അത് ആ സാബിഖൂനൽ അവ്വലൂനയുടേതിന് നേരെ വിപരീതമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ സാബിഖൂനൽ അവ്വലൂന എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളും മറ്റൊരാളെ ശപിച്ചിട്ടില്ല. സഹാബികളിൽ ഒരാളും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയോ ഇവരെ ആരെയും ശപിച്ചിട്ടില്ല. റസൂലിൻ്റെ കൂടെ ജീവിച്ച ഒരാളെ ശപിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗുരുതരമായ പാപമാണ് എന്ന ധാരണ പുലർത്തുന്നവർ തന്നെയായിരുന്നു സഹാബികൾ. അവർ തമ്മിൽ യുദ്ധമൊക്കെ ഉണ്ടായിരുന്ന വേറെ വിഷയം. എന്താണെങ്കിലും ഒരു സഹാബിയും മറ്റൊരു സഹാബിയെ ശപിക്കുക എന്ന കാര്യം ഉണ്ടായിട്ടില്ല. എന്നാൽ അന്ന് മുതൽ ഇന്ന് വരെ ഷിയാക്കൾ അനുവർത്തിച്ച് വരുന്ന നയം ഈ രണ്ട് ഖലീഫമാർ, ഇസ്ലാമിലെ ആദ്യത്തെ രണ്ട് ഖലീഫമാരെ ശപിക്കുക, അത് മതപരമായ ധാർമ്മികമായ ബാധ്യതയാണെന്നാണ് ഷിയാക്കൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ സാബിഖൂനൽ അവ്വലൂനയുടെ മാർഗത്തിൽ നിന്ന് വളരെ ഗുരുതരമായി വ്യതിചലിച്ചു പോയതിന് നേരെ വിപരീതമായ മാർഗം സ്വീകരിക്കുന്ന ആളുകളാണ് ഷിയാക്കൾ എന്ന് പറഞ്ഞ ആളുകൾ. ഇന്നിപ്പോൾ ഈ രണ്ട് വിഭാഗമാണ് സൗദി അറേബ്യക്കും അതുപോലെ ലോകത്തുടനീളമുള്ള സലഫികൾക്കുമൊക്കെ എതിരായിട്ട് ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നവരും ഈ രണ്ട് വിഭാഗമാണ്. ഷിയ വിഭാഗവും സൂഫി വിഭാഗവും, തരീഖത്തുകാരും ഷിയാക്കളും. ഈ രണ്ട് കൂട്ടരാണ് ഇന്ന് ഈ സലഫി ആശയത്തിൻ്റെ എന്ന് പറഞ്ഞാൽ സച്ചരിതരായ പൂർവികരുടെ ആശയമാണ് സ്വീകരിക്കേണ്ടത് എന്നതിൻ്റെ നേർവിപരീതമായിട്ടുള്ളത് ഈ പറയുന്ന രണ്ട് കൂട്ടരാണ്. അതിനുശേഷം പല വിഭാഗം ഉണ്ടായിട്ടുണ്ട്. ഖദരിയാക്കളും ജബരിയാക്കളും മുഅ്തസിലാക്കളും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് വിഭാഗത്തോളം വളരെ തീവ്രമായ നിലപാട് പുലർത്തിയവർ വേറെ ഉണ്ടായിട്ടുണ്ടോ സംശയമാണ്. നമ്മുടെ നാട്ടിലെ ഈ രണ്ട് സമസ്ത ഉണ്ടല്ലോ, ഈ രണ്ട് സമസ്തയും യഥാർത്ഥത്തിൽ ഈ രണ്ട് വിഭാഗവുമായി വലിയ സൗഹാർദ്ദത്തിലാണ്. ഷിയാക്കളുമായിട്ട് ഇപ്പോൾ കൊണ്ടോട്ടി തങ്ങന്മാരുടെ പാരമ്പര്യം ഷിയ പാരമ്പര്യമാണ്. അതുപോലെ കേരളത്തിലുടനീളം സമസ്തക്കാർ സ്റ്റേജുകളിൽ എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കുന്നവർ ഖാദിരിയ മറ്റേ അതൊക്കെ പറയുന്ന ഒരുപാട് തരീഖത്തുണ്ട്, നക്ഷബന്ദിയ തുടങ്ങിയിട്ടുള്ള ഷാദുലിയ, അങ്ങനെ ഒരുപാട് തരീഖത്തിന്. ആ തരീഖത്തിൻ്റെ ആളുകൾ അതിൽ പല തരത്തിൽ പഴിച്ചുപോയ വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ചില തരീഖത്തുകാരെ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അവരുടെ ആശ്രമങ്ങളിൽ പ്രധാനപ്പെട്ട പരിപാടികളാണ്. ജുമുഅ എന്ന് പറഞ്ഞ ഏർപ്പാടില്ല. വടകരയിൽ ഒരു ഇയാദി ഒരാളുണ്ട്, അതുപോലെ മുക്കത്തൊരാളുണ്ട്. ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ അവരുടെ ആശ്രമങ്ങളിലുള്ള പതിവായ ഏർപ്പാട് വെള്ളിയാഴ്ച എല്ലാ ആളുകളും അവിടെ ഒരുമിച്ച് കൂടും. എന്നിട്ട് കുറേ ദിക്റുകളോ കുറേ പരിപാടികളോ ഒക്കെ ഉണ്ടാവും. പക്ഷേ ജുമുഅ നമസ്കാരമോ ഖുത്ബയോ ആ വക ഒരു ഏർപ്പാടോ അവിടില്ല. യഥാർത്ഥത്തിൽ ഖുർആനിൽ തന്നെ വളരെ വ്യക്തമായി പഠിപ്പിച്ചാണ് ജുമുഅ നമസ്കാരത്തെ സംബന്ധിച്ച്. റസൂലിൻ്റെ കാലം മുതൽ ഇക്കാലം വരെയും മക്കയിലെയും മദീനയിലെയും ഹറമുകളിൽ ജുമുഅ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ കേരളത്തിൽ മൊയ്ലാമാരി എഴുന്നള്ളിച്ച് നടക്കുന്ന ഇവിടുത്തെ സൂഫി ശൈഖന്മാരുടെ ആശ്രമങ്ങളിൽ ജുമുഅ നമസ്കാരം ഇല്ല പലയിടത്തും. അവിടെ വേറെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകളാണ്, ആ ഊഹി എന്നൊക്കെ പറയുന്ന ജാതിയിലുള്ള കുറേ ദിക്റുകൾ അതിലാളുകളെ ആകെ സ്വീപ്പാക്കലാണ്. അപ്പോൾ നമ്മൾ സലഫി മാർഗം എന്ന് പറയുമ്പോൾ ഈ മാർഗത്തിൻ്റെ മൗലികത എന്താണെന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് വ്യതിചലിച്ചു പോയ പ്രസ്ഥാനങ്ങളുടെ പൊതുപ്രവണത എന്താണെന്ന്, ആ പൊതുപ്രവണത എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിനും റസൂലിനും അനുസരണം പൂർണ്ണമായി അർപ്പിക്കുക എന്ന കാര്യം ഇവർക്ക് ആർക്കും ഇല്ല എന്നുള്ളതാണ്. ഖുർആനിൽ പഠിപ്പിക്കാനാണല്ലോ മൻ യുതീഇല്ലാഹ വർ റസൂല. ഒരാൾ മുസ്ലിം ആവണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കണം. ഖുർആനിലൊരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് നേരെ എതിരായിട്ട് വേറൊന്ന് പറയാൻ പാടില്ല. ഖുർആനിൽ ഖാലിഖും മഖ്ലൂഖും രണ്ടും രണ്ടാണ്. സൃഷ്ടാവ് മാത്രമാണ് മഅബൂദ്, മഖ്ലൂഖൊന്നും മഅബൂദാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനെതിരായിട്ടുള്ള നിലപാടുണ്ടാകാൻ പാടില്ല. പക്ഷേ സൂഫി തരീഖത്തിൻ്റെ ആൾക്കാർക്കൊന്നും സ്വീകാര്യമല്ല. ഖാലിഖ് മാത്രമാണ് മഅബൂദ്, മഖ്ലൂഖ് മഅബൂദാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വീകാര്യമല്ല.
അവർക്ക് അവരുടെ ഷെയ്ഖുമാരൊക്കെ മഅബൂദുകളാണ്. ഷെയ്ഖുമാരുടെ ആജ്ഞകളാണ് പടച്ചവൻ്റെ കൽപ്പനയേക്കാളും പ്രധാനം. പടച്ചവനെ പേടിക്കുന്നതിനേക്കാളേറെ ഷെയ്ഖുമാരെ പേടിക്കുന്ന, പടച്ചവനോട് വിധേയത്വം കാണിക്കുന്നതിനേക്കാളേറെ ഷെയ്ഖുമാരോട് വിധേയത്വം കാണിക്കുന്ന ഈ നിലപാടാണ് പല തരീഖത്തിൻ്റെ ആളുകളും പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ, അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ റോൾ മോഡൽ എന്നൊരു വാക്ക് സാധാരണയായിട്ട് പറയാറുണ്ടല്ലോ. ഓരോ വിഷയത്തിലും റോൾ മോഡലായിട്ട് ആരെയെങ്കിലും പരിഗണിക്കാനുണ്ടെങ്കിൽ സത്യവിശ്വാസികൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമാണ്. അപ്പോൾ റസൂൽ ഇവിടെ നടപ്പിലാക്കിയ നമസ്കാരം, ജമാഅത്ത് നമസ്കാരം, അതുപോലെ നോമ്പും ഹജ്ജും സക്കാത്തും, അതുപോലെ അദ്ദേഹം നടപ്പാക്കിയ വേറെയുള്ള എല്ലാ ധാർമ്മികവും വ്യവഹാരികവും ഒക്കെ ആയിട്ടുള്ള എല്ലാ നിയമങ്ങളും അതൊക്കെയും അംഗീകരിക്കാനുള്ള സന്നദ്ധത ഉണ്ടാവണം. അതാണ് റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞത്, റസൂലിനെ ഉസ്വത്തുൻ ഹസനയായിട്ട് അംഗീകരിക്കാൻ. അപ്പോൾ ആ ഉസ്വത്തുൻ ഹസന അംഗീകരിക്കാതെ വേറെ ആൾക്കാരുടെ പിന്നാലെ പോവുക എന്ന് പറയുന്ന ആ നിലപാടാണ് യഥാർത്ഥത്തിൽ ഈ സലഫി മാർഗത്തിന് നേരെ വിരുദ്ധമായ മാർഗം. ആ മാർഗത്തിലേക്കാണ് ഇവിടുത്തെ സമസ്തക്കാരും ജനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് കൂട്ടരോട്, ഷിയാക്കളോടും ഈ തരീഖത്തുകാരോടും സമസ്തക്കാർക്ക് വളരെ താല്പര്യമാണുള്ളത്. ഈ പല വിഷയങ്ങളിലും ഇപ്പോൾ ഈ സമസ്തക്കാരുടെ ഇതൊക്കെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുമ്പോൾ, മറ്റു സഹാബികളെ പറ്റി പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നിടത്ത് കറമല്ലാഹു വജ്ഹഹു എന്ന് പറയും. അതുപോലെ വേറെ ചിലരെ പറ്റി പറയുമ്പോൾ റഹിമഹുല്ലാഹു എന്നോ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നതിന് പകരം ഖദ്ദസല്ലാഹു സിർറഹു എന്ന് പറയും. ഇതൊക്കെ പറയുന്നത് എന്തിനാണ്? ഇത് ഈ പറയുന്ന സിറിൻ്റെയും ഈ പറയുന്ന കറമിൻ്റെയും ഒക്കെ കറാമത്തിൻ്റെയും ഒക്കെ കാര്യം അതൊക്കെ ഖുർആൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലുള്ളതല്ല, അതിനപ്പുറത്താണ് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. ഈ ഷിയ മാർഗമൊക്കെ പിന്തുടർന്നവർ സലഫിയത്തിൽ കൂടി കടന്നു വന്നാൽ പോലും ആ സോക്കേട് മാറാറില്ല. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മളൊക്കെ എപ്പോഴും റെഫർ ചെയ്യുന്ന കിതാബാണ് നെയ്ലുൽ ഔത്താർ. ആ നെയ്ലുൽ ഔത്താറിൽ സഹാബികളിൽ എല്ലാ ആളുകളെ പറ്റി പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. അലി ഇബ്നു അബീ ത്വാലിബിനെ പറ്റി പറയുന്നിടത്ത് അലൈഹിസ്സലാം എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. അത് അദ്ദേഹത്തിൻ്റെ ആ ഷിയ ചിന്തയോടുള്ള അദ്ദേഹത്തിൻ്റെ ആ അനുഭവമാണ് കാണിക്കുന്നത്. അപ്പോൾ ഷിയായിസം എന്ന് പറയുന്നത് കടന്നു വന്നാൽ അത് മറ്റ് മുസ്ലിങ്ങൾ മൊത്തമായി അനുവർത്തിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മാർഗത്തിലേക്കാണ് ആളുകൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ആദർശ വിഷയത്തിൽ, അഖീദയുടെ വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സഹാബികളുടെ കാലത്ത് അശ്ശരി അഖീദ എന്ന് പറഞ്ഞാൽ അഖീദ ഉണ്ടായിട്ടില്ല. അഖീദ കിതാബുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ സുന്നികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന് വാജിബായ 20 സിഫത്തുണ്ടെന്ന്. മൗജൂദ്, ഖദീം, ബാഖി, മുഖാലിഫുല്ലിൽ ഖൽഖ്, അങ്ങനെയാണ് സിഫത്തുകൾ. ഈ സിഫത്തൊക്കെ എവിടെ പറഞ്ഞത്? ഖുർആനിൽ അള്ളാഹുവിനെ പറ്റി പറയുന്നത് റഹ്മാൻ, റഹീം, മാലിക്കു യൗമിദ്ദീൻ, പിന്നെ മുസ്തആൻ, ഹയ്യ്, ഖയ്യൂം, ഇങ്ങനെയൊക്കെയാണ് ഖുർആനിൽ പറഞ്ഞത്. ഖുർആനിൽ പറഞ്ഞ സിഫത്തൊന്നും ഇവർ പഠിപ്പിക്കുന്നില്ല. അതിന് പകരം മൗജൂദ്, ഖദീം, ബാഖി, മുഖാലിഫുല്ലിൽ ഖൽഖ്, അങ്ങനെ പിന്നെ മുസ്തഹീലായ സിഫത്ത് എന്ന് പറഞ്ഞാൽ വേറെ 20 ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്ത് എന്ന് പറഞ്ഞിട്ട് 20 പിന്നെ അമ്പിയാക്കന്മാരുടെ സിഫത്ത് ഉണ്ടാവുന്നതും ഉണ്ടാകാൻ പാടില്ലാത്തതൊക്കെ കൂടി, അങ്ങനെ 50 അഖീദ പഠിച്ചാൽ അവൻ സത്യവിശ്വാസിയായി. അത് കാണാപ്പാടം പഠിച്ചിട്ടില്ലെങ്കിൽ സത്യവിശ്വാസിയാവുകയുമില്ല എന്നാണ് സമസ്തക്കാരുടെ മദ്രസകളിലേക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെവിടുന്നാണ് വന്നത്? ഇത് റസൂലോ സഹാബികളോ കൊണ്ടുവന്നതല്ല. സഹാബികളുടെ കാലത്ത് ഈ പറഞ്ഞ 50 അഖീദ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ മുഅ്തസിലാക്കൾക്ക് കുറേ വാദങ്ങളുണ്ട്. ആ വാദങ്ങളൊന്നും സഹാബികളുടെ കാലത്ത് നിലവിലുണ്ടായിരുന്നില്ല. ഇതൊക്കെ വന്നത് എങ്ങനെയാണ്? ഇതൊക്കെ വന്നത് മറ്റ് പല വിഭാഗങ്ങളിൽ കൂടി കടന്നു വന്നതാണ്. മുസ്ലിം സമൂഹത്തിൽ ആഭ്യന്തര കലഹമുണ്ടാക്കാൻ വേണ്ടി ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ കാലത്ത് ഇസ്ലാമിക ഖിലാഫത്ത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു സബവും കുറേ യഹൂദന്മാരും കൂടി മുസ്ലിം വേഷം കെട്ടിയിട്ട് വന്നു. അങ്ങനെ യഹൂദന്മാരുടെ താല്പര്യമനുസരിച്ച് രംഗത്ത് വന്ന പ്രസ്ഥാനമാണ് ഈ ഷിയ പ്രസ്ഥാനം.
അതുപോലെ അലി ബിൻ അബി താലിബിനെതിരിൽ കലാപവുമായിട്ട് വന്ന കുറച്ചാളുകൾ, അവരുടെ പ്രസ്ഥാനമാണ് ഖവാരിജി പ്രസ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ അബ്ബാസിയ ഭരണകാലത്ത് ഈ ഗ്രീക്ക് ഫിലോസഫിയുടെ സ്വാധീനം, ഈ സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടൽ, അങ്ങനെ ആ ശ്രേണിയിലുള്ള ദാർശനികന്മാരുടെ ചിന്തകൾ, അതൊക്കെ ഇന്ന് കാലഹരണപ്പെട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ്. ആ ചിന്തകളുടെ സ്വാധീനത്തിന് വശംവദരായ കുറേ ആളുകളാണ് മുസ്ലിം സമൂഹത്തിൽ ഈ മുഅ്തസില പ്രസ്ഥാനം എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉണ്ടാക്കി തീർത്തത്. ഖുർആൻ മഖ്ലൂഖാണ്, ഖുർആൻ ഒരു വലിയ തർക്കമാണ്. ഖൽഖുൽ ഖുർആൻ എന്ന് പറഞ്ഞ കാലത്ത് വലിയ തർക്ക വിഷയമായിരുന്നു. ഖുർആൻ മഖ്ലൂഖാണെന്ന് പറയാത്തവനൊക്കെ അടിക്കുകയോ ജയിലിടുകയോ ചെയ്യുന്ന ഏർപ്പാടായിരുന്നു അബ്ബാസിയ ഖലീഫമാരിൽ ചില ആളുകൾ ചെയ്തിരുന്നത്, ഖലീഫ മഅ്മൂനെ പോലത്തെ ചില ആൾക്കാർ ചെയ്തിരുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വചനമാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മുടെ മുമ്പിലുള്ള മുസ്ഹഫ് മഖ്ലൂഖാണോ അല്ലേ എന്നുള്ളതല്ല തർക്കം. നാം ജീവിതത്തിന് പ്രമാണമാക്കുന്ന അള്ളാഹുവിൻ്റെ ഗ്രന്ഥം, അള്ളാഹുവിൻ്റെ വചനം എന്ന് പറഞ്ഞൊരു മഖ്ലൂഖല്ല എന്നാണ് ആ കാലത്തുള്ള എല്ലാ സലഫി പണ്ഡിതന്മാരും പറഞ്ഞു. ഇങ്ങനെ ഖുർആനും ഹദീസും പിന്തുടരുന്ന എല്ലാ ആളും പറഞ്ഞു. അതിനെതിരിൽ ഈ മഖ്ലൂഖാണ്, ഖുർആൻ മഖ്ലൂഖാണ് എന്നൊരു വാദവുമായിട്ടാണ് മുഅ്തസിലാക്കൾ വന്നത്. അവരത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, പിന്നെ ഖുർആൻ റൂഹാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഈസാ നബി റൂഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൂഹാണെന്ന് ഖുർആനിൽ പറഞ്ഞ ഈസാ നബി മഖ്ലൂഖാണ് എന്നുണ്ടെങ്കിൽ റൂഹാണെന്ന് പറഞ്ഞ ഖുർആനും മഖ്ലൂഖാവേണ്ടതല്ലേ എന്ന് ക്രൈസ്തവ പണ്ഡിതന്മാർ തർക്കം ഉന്നയിച്ചപ്പോൾ ആ തർക്കത്തെ നേരിടാൻ വേണ്ടിയാണത്രേ മുഅ്തസിലാക്കൾ ഇങ്ങനെ ഒരു വാദം രംഗത്ത് കൊണ്ടുവന്നത്. ഖുർആനും മഖ്ലൂഖ് തന്നെയാണെന്ന്. ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ എന്തായിരുന്നാലും സഹാബികളുടെ കാലത്തില്ലാത്ത, താബിഈകളുടെ കാലത്തില്ലാത്ത പല ചിന്താ വിഷയങ്ങളും മുസ്ലിം സമൂഹത്തിൽ എടുത്തിട്ടുകൊണ്ട് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളുണ്ടാക്കിയ വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗവുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമിക സമൂഹത്തിൽ ഈ പറയുന്ന ഫിത്നകൾ ഉണ്ടാക്കിയ ഒരു വിഭാഗവുമായിട്ടും സലഫികൾക്ക് ബന്ധമില്ല. സലഫികൾക്ക് ബന്ധമുള്ളത് ഈ ഫിത്നകൾക്കൊക്കെ മുമ്പ് ഇവിടെ നിലവിലുള്ള സഹാബികളും താബിഈകളും ഒക്കെ അടക്കമുള്ള ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആ സാക്ഷാൽ ഉമ്മത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം പൂർണ്ണമായി പിന്തുടരുന്ന ഉമ്മത്ത് മുഹമ്മദിയ, അതിനോട് മാത്രമാണ് നമുക്ക് താല്പര്യമുള്ളത്. പുത്തൻ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തോടും താല്പര്യമില്ല. അതേ അവസരത്തിൽ ഈ കൂട്ടർക്കൊക്കെ താല്പര്യമുള്ളത് പുത്തൻ പ്രസ്ഥാനങ്ങളോടാണ്. ഇത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ 2 ദിവസം മുമ്പ് എൻ്റെ വീട്ടിൽ പിന്നെ ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന് പറയപ്പെടുന്ന സ്ഥാപനത്തിലെ 3 വിദ്യാർത്ഥികൾ വന്നു. ആദ്യം ഫോണിൽ വിളിച്ചു എന്നിട്ട് വന്നു. അപ്പോൾ സലാം പറയാനൊന്നും സന്നദ്ധരല്ല, സലാം അടക്കാനും സന്നദ്ധരല്ല, അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ അവർ വന്ന് എന്താ വെച്ചാൽ കേരളത്തിലെ ഖുർആൻ പരിഭാഷകളെ സംബന്ധിച്ചൊക്കെ പഠനം നടത്തുകയാണ്. ആ കൂട്ടത്തിൽ നിങ്ങളെ ഖുർആൻ പരിഭാഷയെ സംബന്ധിച്ച് പരിഭാഷ എഴുതിയ ആളുകളെ പറ്റിയുള്ള ഡാറ്റ വേണം. അപ്പോൾ ചോദിച്ചോളൂ എന്ന് പറയുമ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഖുർആൻ പരിഭാഷ ഞാനും കുഞ്ഞുമോർപ്പരും കൂടി എങ്ങനെ തയ്യാറാക്കി എന്നുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് ശേഷം ഏതായാലും സലാം പറയാനൊന്നും തയ്യാറില്ലാത്ത കൂടെ കടന്നു വരുമ്പോൾ, ഒരു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ സലാം പറയാനുള്ള മര്യാദയും കൂടി ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പം എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവരോട് ചില കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവരോട് ചില കാര്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, ഈ ആണ്ട് നേർച്ച എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ആണ്ട് നേർച്ച എന്നുള്ളതിൻ്റെ അറബി എന്താണ്? അന്നെതുറുസനവിയു എന്നല്ല ആണ്ട് നേർച്ച എന്നുള്ള അറബി അങ്ങനെയല്ലോ പറയാം. ഇങ്ങനൊരു വാക്ക് ഏതെങ്കിലും കിതാബിലുണ്ടോ വെച്ചു? പള്ളി ദർസിലൊക്കെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കിതാബിൽ അന്നെതുറുസനവിയോ എന്നൊരു വാക്കുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ ആ സാധനം എവിടുന്ന് കടന്നു വന്നു എന്ന് ആലോചിക്കേണ്ടതില്ലേ? പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ കുറേ ഖബർ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഇമാം ഷാഫിയാണല്ലോ, ആ ഇമാം ഷാഫിൻ്റെ കൈറോവിലുള്ള ഖബർ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ആണ്ട് നേർച്ചയില്ല. അതുപോലെ നിങ്ങൾ വളരെ ബഹുമാനിക്കുന്ന ബുർദൻ്റെ കർത്താവ് ഇമാം ബൂസീരി എന്ന് പറയുന്ന ആളുടെ ഖബർ അലക്സാണ്ട്രിയയിലുണ്ട്. ആ ഖബർ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയും ആണ്ട് നേർച്ചയില്ല. പിന്നെ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിൻ്റെയും ഖബർ ഫലസ്തീനിലെ മദീനത്തുൽ ഖലീൽ അല്ലെങ്കിൽ ഹെബ്രോൺ സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്.
അപ്പോൾ അവിടെയും ആണ്ട് നേർച്ചയില്ല. അപ്പോൾ ആ നെഹ്റു സനവി കിതാബിലും ഇല്ല. ആണ്ട് നേർച്ച എന്ന് പറയുന്നത് ഈ പറയുന്ന ആൾക്കാരുടെ കബറുകളും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ കേരളത്തിൽ ഈ സമസ്തക്കാർ മാത്രം കൊണ്ടുനടത്തുന്ന ഏർപ്പാടല്ലേ എന്ന് ചോദിച്ചു. പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. ആ കൂട്ടത്തിൽ ഒരു മുസ്ലിയാർ മാത്രം ആണ്ട് നെഹ്റു സനവി എന്നൊരു വാക്കുണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നൊക്കെയുള്ള കാര്യം ഉണ്ടായാൽ പോരെ. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക, ആണ്ട് നേർച്ച പോകണം, വേറെ ഏർപ്പാടൊന്നുമില്ലേ. അപ്പോൾ ഇങ്ങനെ തെളിവുകളില്ലാത്തതൊക്കെ ഓരോ കാലത്തും ഉണ്ടാക്കാം. ഇപ്പോൾ സലാത്ത് വാർഷികം, ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട അജണ്ടയാണ് സലാത്ത് വാർഷികം. അറബിയിൽ എന്താ പറയുക? സലാത്തു സനവിയാൻ. ആ സലാത്തു സനവിയ എന്ന് പറഞ്ഞൊരു സാധനം ഖുർആനിലോ ഹദീസിലോ ഏതെങ്കിലും ഇമാമിങ്ങളെ കിതാബിലുണ്ടോ? ഒരു കിതാബിലും ഇല്ല ഞാൻ മനസ്സിലാക്കി. ആ സലാത്തു സനവിയത്തു എന്നൊരു വാക്ക് ഈ പറഞ്ഞ കിതാബിലൊന്നുമില്ല. അത് തന്നെയാണ് ഇപ്പോൾ ഈ മജ്ലിസുൻ നൂർ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെയും ഘടന. ഇങ്ങനെ ഒരു മജ്ലിസുൻ നൂർ എന്ന് പറഞ്ഞ മജ്ലിസ് സഹാബികളുടെ കാലത്തുണ്ടായിരുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ഉത്ബോധനം നൽകുക. അതാണ് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം വളരെ പ്രാധാന്യത്തോടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ശരിക്കും പറഞ്ഞ മജ്ലിസുൻ നൂർ. ഖുർആനിൽ നിന്നുള്ള അള്ളാഹുവിൻ്റെ പ്രകാശം, സത്യപ്രകാശം, പള്ളികളിൽ ഉള്ള പ്രകാശം എന്ന് പറഞ്ഞാൽ അതാണ് മജ്ലിസുൻ നൂർ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളിയിൽ അദ്ദേഹം സഹാബികളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ പാഠങ്ങൾ പഠിക്കുകയും അവരുടെ ജീവിതത്തിൽ വെളിച്ചം നൽകുകയും ചെയ്തു. ആ വെളിച്ചം എവിടെ നൽകുന്നോ അതാണ് മജ്ലിസുൻ നൂർ. നമ്മുടെ ഖുർആൻ ക്ലാസ്സുകളാണ് സാക്ഷാൽ മജ്ലിസുൻ നൂർ. ആ മജ്ലിസുൻ നൂർ പുത്തൻ പ്രസ്ഥാനമാണെന്ന് പറയുകയും എന്നിട്ട് ഇപ്പോൾ വേറെ പല ജാതിയിലുള്ള ദിക്റും മറ്റുമൊക്കെ കൂടി കൂട്ടിയിട്ട് മജ്ലിസുൻ നൂർ ഉണ്ടാക്കുകയും അതിൻ്റെ വാർഷികം നടത്തുകയും, മജ്ലിസുൻ നൂറിൻ്റെ വാർഷികമൊക്കെ ഉണ്ട്, സലാത്ത് വാർഷികം പോലെ. ഇങ്ങനെ ഖുർആനിലോ ഹദീസിലോ ഇല്ലാതെ പുതിയ പുതിയ ഏർപ്പാടുകൾ എങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് അതൊക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ ഖുർആനിലും ഹദീസിലും പറഞ്ഞ കാര്യങ്ങൾ പറയുന്ന ആളുകളെ വിദേഹത്തുകാർ, പുത്തൻ പ്രസ്ഥാനക്കാരെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്യാം. ഈ നിലപാടിനെ സംബന്ധിച്ച് ഞാൻ അവരോട് കുറച്ച് നേരം സംസാരിച്ചു, ഞാൻ പറഞ്ഞ വിദ്യാർത്ഥികളോട്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ നിലപാടിൻ്റെ മൗലികത എന്താണ്, സലഫി മാർഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ മൗലികത എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ശരിയായൊരു ധാരണ നമുക്കുണ്ടാവണം. ആ ധാരണ മറ്റുള്ളവർക്ക് നാം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇത് ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ മാർഗം എന്ന നിലയിലോ ഇബ്നു തൈമിയയുടെ മാർഗം എന്ന നിലയിലോ ഇബ്നുൽ ഖയ്യിമിൻ്റെ മാർഗം എന്ന നിലയിലോ അല്ല. ഈ പറയുന്ന മഹാന്മാരോടുള്ള ബഹുമാനക്കുറവ് കൊണ്ടല്ല ഞാൻ പറയുന്നത്. പല ആളുകളും ധരിച്ചതുപോലെ ഇങ്ങനെയുള്ള 2-3 പണ്ഡിതന്മാർ മാത്രം പറഞ്ഞുണ്ടാക്കിയ വിഷയമല്ലത്. പ്രമാണബദ്ധമായ നിലപാടാണ് ഇസ്ലാമിൽ ഏതൊരു പണ്ഡിതനും പുലർത്തേണ്ടത് എന്ന വിഷയം നമ്മുടെ പഴയ കാലത്തെ ഫിഖ്ഹിൻ്റെയും ഉസൂലുൽ ഫിഖ്ഹിൻ്റെയും അതുപോലെ ഉലൂമുൽ ഖുർആൻ്റെയും ഉലൂമുൽ ഹദീസിൻ്റെയും ഒക്കെ പണ്ഡിതന്മാർ ഉറപ്പിച്ചു വെച്ച കാര്യമാണ്. ആ പണ്ഡിതന്മാർ അവതരിപ്പിച്ച പ്രമാണബദ്ധത എന്ന് പറയുന്ന കാര്യം, പ്രമാണത്തിനെതിരായ നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്ന കാര്യമാണ് നാം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കാര്യം വളരെയേറെ ഉയർത്തി പറഞ്ഞ ആൾക്കാരാണ് ഇബ്നു തൈമിയ്യ റളിയല്ലാഹു അൻഹും അതുപോലെ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹും ഒക്കെ ഇബ്നു അബ്ദുൽ വഹാബും ഒക്കെ എന്നത് മാത്രമാണ് അവരുടെ പ്രത്യേകത. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ, മുഹമ്മദ് അബ്ദുൽ വഹാബ് ഈ പ്രസ്ഥാനവുമായിട്ട് രംഗത്ത് വന്നിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരുന്നു മുസ്ലിം ലോകത്തുള്ള അവസ്ഥ, അല്ലെങ്കിൽ അറേബ്യയിലെ അവസ്ഥ എന്താകുമായിരുന്നു? ഈ പറഞ്ഞ മാതിരിയിലുള്ള പരസ്പരം തുടരാൻ പാടില്ലാത്ത മദ്ഹബുകളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹറമിൽ തന്നെ 4 ഇമാമുകളും പിന്നെ ഒരുപാട് റാത്തീബുകളും മൗലൂദുകളും ആണ്ട് നേർച്ചകളും ഖബർ പൂജയുടെ പല പരിപാടികളും ഇതൊക്കെ കൂടിയുള്ള എന്തോ ഒരു സാധനം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സാധനം ആവണോ, അതല്ല തെളിവുകൾ ഉള്ളത് മാത്രം അംഗീകരിക്കുന്ന നിലപാട് വേണോ എന്നുള്ളതാണ് നമ്മൾ സമൂഹത്തോട് ചോദിക്കേണ്ടത്. അതിൻ്റെ മൗലികത നാം മനസ്സിലാക്കുകയും മറ്റുള്ളവർ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. സത്യമായി കണ്ടെത്താനും അതിനെ പിന്തുടരാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന വാക്കുകളോടെ ഞാൻ എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.